ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൺഡേ വ്ളോഗ് ചെയ്യാൻ. സോ ഇന്നത്തെ വീഡിയോ അതാണ്. ഞാൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നുള്ളത് ഒരു 7 o'clock ആ ഒരു ടൈം ആയപ്പോഴാണ്. പിന്നെ ഞാൻ നേരെ തന്നെ ബ്രഷ് ചെയ്യാനും വേണ്ടി പോയി. പിന്നെ ഈ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്തായാലും ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഒരു ഡേയിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ടു ഡു ലിസ്റ്റ്. അപ്പോൾ ഞാൻ അത് ചെയ്യാനും വേണ്ടി പോവാണ്. സ്റ്റഡി ടേബിളിൽ ഇരുന്നു, പെൻ ഹോൾഡർ എടുത്തു, സ്റ്റിക്കി നോട്ട് എടുത്തു, ദെൻ എഴുതാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ടു ഡു ലിസ്റ്റ് ചെയ്തുമ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സോങ് ഇടും. എന്നിട്ട് പിന്നെ അതിൻ്റെ കൂടെ ഇരുന്നിട്ടാണ് ഞാൻ ടു ഡു ലിസ്റ്റ് എല്ലാതും എഴുതാറുള്ളത്. എന്നിട്ട് പിന്നെ ആ ടു ഡു ലിസ്റ്റ് എടുത്തിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കും. പിന്നെ കുറച്ച് വെള്ളം കുടിച്ചു. ഇത് 1 ലിറ്ററിൻ്റെ ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ അതിലാണ് ഞാൻ കുടിക്കാറുള്ളത്. പിന്നെ ഞാൻ കുറേ ദിവസമായിട്ടോ ഈ മാറ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ബെഡിൻ്റെ താഴെയാണ് ഇത് വെക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ അത് ആകെ പൊടി പിടിച്ച് കിടക്കുന്നുണ്ട്. പിന്നെ ഇന്ന് ഞാൻ അതൊക്കെ എടുത്ത് റെഡിയാക്കി. ഇപ്പം ഞാൻ സൂമാക്കി കാണിച്ചു തരുന്നത് അതൊക്കെ ലിയോൻ്റെ പണിയാണ്. ലിയോ ആരാന്നറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. അതെൻ്റെ ക്യാറ്റാണ്. അപ്പോൾ അതെല്ലാതും കഴിഞ്ഞതിന് ശേഷം അതിനൊന്ന് റോൾ ചെയ്ത് എടുത്ത് വെക്കുകയാണ്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്തോട്ട് ഇറങ്ങുകയാണ്. ഞാൻ ഡോർ ഓപ്പൺ ചെയ്തപ്പോൾ ഇതാ ലിയോ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ലിയോ. എൻ്റെ മാറ്റുമ്മ മാന്തി വരച്ചിട്ടില്ല ലിയോ. ലിയോ എപ്പോൾ എണീറ്റാലും ഇങ്ങനെ ഒന്ന് ചെയ്യും. എന്നിട്ട് ഇതാ നഖം ഇങ്ങനെ ഷാർപ്പാക്കും. അപ്പോൾ ഇന്നത്തെ വെതർ ഒരു ഓക്കെ വെതറാണ്. ഞാനിപ്പോൾ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് വെച്ചാൽ റണ്ണിങ്ങിനാണ്. പിന്നെ ഈ സൈഡ് നമ്മൾ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ബിഫോർ ആഫ്റ്റർ ലുക്കൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇതിപ്പോൾ കാടൊക്കെ വെട്ടിയിട്ടുണ്ട്. ഇനി എല്ലാവരും കൂടി കൂടുന്ന് ഇത് അടിച്ചു വരും. ദെൻ നമ്മുടെ ഫിഷുകളൊക്കെ ഇവിടെ ഭദ്രമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഫിഷിന് ഫുഡൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മുറ്റത്ത് കൂടെ ഇങ്ങനെ നടന്ന് പോവാം. ഈ ഷൂ ഇപ്പച്ചിൻ്റെതാണ്, ഈ ഷൂ ഇക്കകൻ്റെതാണ്. അത് സ്പോർട്സിനൊക്കെ പോകുമ്പോൾ ഇടുന്നതാണ്. പക്ഷെ അതിപ്പോൾ ഞാൻ എടുത്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതും വെച്ച് ഇങ്ങനെ ഓടി ചാടി നടക്കാം. അപ്പോൾ ഞാനും ലിയോയും തമ്മിലുള്ള കളി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഇങ്ങനെ നടക്കും. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ തന്നെ ഇങ്ങനെ വരും. അവനെ സ്പീഡ് കൂട്ടും. സ്പീഡ് കൂട്ടിയാൽ പിന്നെ ഇന്ത്യയിലേറെ സ്പീഡ് കിട്ടുമോ ലിയോക്ക്. അപ്പോൾ പിന്നെ ഓടിയത് വരും. പക്ഷേ ഇതല്ല നമ്മുടെ ഒറിജിനൽ കളി. ഞങ്ങളിങ്ങനെ ഒളിച്ച് കളി അതൊക്കെ കളിക്കാറുണ്ട്. പിന്നെ ഞാൻ ജസ്റ്റ് റൺ ചെയ്യാനോ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ബിഫോർ ലുക്ക്. കുറേ പുല്ലുകളൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാട് വെട്ടിയപ്പോൾ നേരെ നമ്മൾ മുറ്റത്തിട്ട് വന്നു. മുറ്റത്ത് തന്നെയാണല്ലോ വരിക, കാരണം മതിൽമത്തെ കാടാണ് വെട്ടിയിട്ടുണ്ടായിരുന്നുള്ളത്. അപ്പം ഇങ്ങനെ ഓടാനും വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഓടി ഈ സൈഡിലെത്തി. പിന്നെ അതാ അവിടെ നല്ല ഫ്ലവർ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആ ഫ്ലവർ നമുക്ക് നീക്കിയാണ് കേട്ടോ. പിന്നെ നമ്മൾ ലിയോനോട് ഇവിടെ ഇരിക്കാനും വേണ്ടി ആക്ഷൻ ചെയ്താൽ ലിയോ ഇരിക്കും. അതായത് 2 കൊട്ട് കൊട്ടിയാൽ മതി ഇങ്ങനെ. അപ്പോൾ പിന്നെ അവിടെ വന്ന് ഇരുന്നോളൂ. പിന്നെ ഞാൻ ഷൂ ഒക്കെ എടുത്ത് വെച്ചു. പിന്നെ അവിടെ സിറ്റൗട്ടിൽ കുറേ ഷൂ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാതും എടുത്ത് വെച്ചു. പിന്നെ ഞാൻ നിങ്ങൾക്ക് വെറുതെ സിറ്റൗട്ടൊക്കെ ഒന്ന് കാണിച്ചു തരണം. പിന്നെ ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാം. ഈ ചെയറിലിതാണ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതെങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? കമൻറ്റ് ബിലോ. അപ്പോൾ ലിയോ ഓടി ക്ഷീണിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ലിയോൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാം. ലിയോൻ്റെ പ്ലേറ്റ് എടുത്തിട്ട് നമ്മൾ മത്തി കൊടുക്കുകയാണ്. ഇതാണ് ലിയോൻ്റെ പ്ലേറ്റ് കേട്ടോ. അപ്പോൾ മത്തി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കൊടുക്കും. കൈ പിന്നെ നല്ലോണം വാഷ് ചെയ്യേണ്ടി വരും, കാരണം നല്ല സ്മെല്ലുണ്ടാവും. അപ്പം അതുകൊണ്ട് അപ്പോൾ ആദ്യം നമ്മൾ 2 ഇട്ട് കൊടുക്കും. എന്നിട്ട് പിന്നെ അത് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഇട്ട് കൊടുക്കും. അങ്ങനെയാണ്. പിന്നെ അതെല്ലാതും കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉള്ളിലോട്ട് വന്നു. എന്നിട്ട് പിന്നെ എൻ്റെ റൂമൊക്കെ ഒന്ന് നോക്കി. ദെൻ ഉമ്മച്ചി അവിടെ ചായ ഒക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് പുട്ടായിരുന്നു. പുട്ടും നല്ല കുറുമക്കറിയും ഉണ്ടായിരുന്നു കേട്ടോ.
അപ്പം എന്തായാലും നമ്മൾ പുട്ടും കുറുമാക്കറിയും എടുത്ത് കഴിക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ നല്ല ചൂടും ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് ഞാൻ കൈയൊക്കെ ഇങ്ങനെ ആക്കുന്നുള്ളത്. പക്ഷെ കുറച്ചെടുത്ത് ഇങ്ങനെ കഴിക്കാം. ദെൻ നമ്മൾ നമ്മുടെ റോഡ് റെഡിയാക്കാനും വേണ്ടി പോയിട്ട്, ഇതാണ് എൻ്റെ ഉപ്പച്ചിൻ്റെ ഒരു ടെക്നോളജി കേട്ടോ. വാഴേൻ്റെ മറ്റേത് പൊട്ടിച്ചാണ്ട് അയിമ വെച്ചാണ്, എന്നാൽ പിന്നെ വൈപ്പർ മതിയാവുള്ളൂ. അപ്പോൾ അതൊരു ടെക്നോളജിയാണ്. ഇതെന്താ സംഭവം വെച്ചാൽ, നമ്മൾ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ പിന്നെ എല്ലോടും കാടായി നിന്നു. അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്. അവിടെ നിങ്ങൾ കണ്ടൊരു ബക്കറ്റ്, ആ ബക്കറ്റിലാണ് നമ്മൾ ഈ മണ്ണൊക്കെ ആക്കി കൊണ്ടുപോയിരുന്നുള്ളത്. പിന്നെ ലാസ്റ്റ് കിട്ടി എൻ്റെ ഉമ്മച്ചിക്ക് ഒരു ഐഡിയ തോന്നി, വെള്ളം അടിച്ച് പോക്കിക്കൂടെയെന്ന്. അപ്പോൾ പിന്നെ അതാണ് ഇപ്പോൾ ചെയ്യുന്നുള്ളത്. അങ്ങനെ വെള്ളം അടിക്കുമ്പം അവിടെ മണ്ണും എല്ലാതും പോയി കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പച്ചിയും ഞാനും ഉമ്മച്ചിയും ഇക്കാക്കയും എല്ലാവരും ഉണ്ടായിരുന്നു ഇത് ക്ലീൻ ചെയ്യാനും വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നല്ല രസമുണ്ടായിരുന്നു എല്ലാവരും കൂടെ ഉണ്ടായപ്പം. അപ്പോൾ അതൊക്കെ വെള്ളം ഇങ്ങനെ അടിച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു മതിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. മണ്ണൊക്കെ ഇങ്ങനെ കൂടിയിട്ട് ഒരു സൈഡല്ല സെൻറ്ററിൽ ഇങ്ങനെ. പിന്നെ വോട്ടിൻ്റെ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു, ഈ ചിഹ്നത്തിന് വോട്ട് ചെയ്യും, മറ്റേ ചിഹ്നത്തിന് വോട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പം ഞാൻ കാണിച്ച ആ 2 പിക്കും പിന്നെ ഈ പിക്കും സ്ലോ മോഷനിലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അതെനിക്ക് ഓർമ്മയില്ലായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം നമ്മൾ ലിയോൻ്റെ മാലൊക്കെ ഒന്ന് ഊരി കൊടുത്തു. പിന്നെ നമ്മൾ ലിയോക്ക് ഫുഡ് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ തലയിൽ ഓയിലൊക്കെ ഒന്ന് ഇട്ടു സെറ്റാക്കി. ഇനി നമുക്ക് ഡ്രസ്സ് എടുത്തിട്ട് കുളിക്കാൻ പോവാം. ഒരു 1/2 മണിക്കൂർ ഏത് ഡ്രസ്സ് ഇടും എന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരിക്കും. എന്നിട്ട് പിന്നെ ഏതെങ്കിലും ഒരു പൊട്ട ഡ്രസ്സും കൂടി ഇടും. പിന്നെ ഞാൻ കുളിക്കാനും വേണ്ടിയിട്ട് പോവാണ്. അപ്പം എന്തായാലും എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുളി കഴിഞ്ഞപ്പോഴേക്കും അത്യാവശ്യം നല്ല ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഒരു 12 o'clock ഒക്കെ ആയിട്ടുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റേ റോഡിൻ്റെ പണിയെടുത്തപ്പോഴേക്കും കുറേ ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ കാറുകളെല്ലാവരും അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് എക്സാം ഉണ്ട് കേട്ടോ, നാളെ മദ്രസത്തെ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഞാൻ ഖുറാനൊക്കെ ഒന്ന് ഓതുകയാണ് കേട്ടോ. അപ്പോൾ ഖുർആനൊക്കെ ഒന്ന് ഓതി കഴിഞ്ഞപ്പോഴേക്കും ചെറുതായിട്ട് വിശക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ പിന്നെ ഞാൻ വേഗം സ്റ്റോർ റൂമിലേക്ക് പോയി ചോക്കോബായ് ഒരെണ്ണം അങ്ങോട്ട് എടുത്തു പോന്നു. ഇതാണ് നമ്മുടെ ചോക്കോബായ്. പിന്നെ ഉമ്മച്ചി അവിടെ നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ പൊരിയും എല്ലാത്തും ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും അത് ഒക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ക്ലിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു 11 o'clock മുമ്പൊക്കെ ആയിരുന്നു. പിന്നെ ഈ ക്ലിപ്പ് ഞാൻ എഡിറ്റ് ചെയ്തപ്പോൾ ഇപ്പോഴാണ് കണ്ടത്. ഇനി എനിക്ക് വലിയ ബാക്ക് പോയി ഒക്കെ റെഡി ആക്കാൻ, അതുകൊണ്ട് ഞാൻ ഇവിടെ അങ്ങ് ആഡ് ചെയ്തു. ലിയോയെ ഒന്ന് കുളിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനായിരുന്നു ഞാൻ മറ്റേ കവിത്തത്തെ സംഭവം കൂരിയിട്ടുണ്ടായിരുന്നുള്ളത്. പിന്നെ എനിക്ക് കുളിപ്പിക്കാൻ മടിയായി, അതുകൊണ്ട് ഞാൻ പിന്നെ കുളിപ്പിച്ചിട്ടില്ല. പിന്നെ ഇതൊക്കെയാണ് കിച്ചണിൽ എൻ്റെ ഉമ്മച്ചിൻ്റെ ചെടികൾ. നിങ്ങൾക്കറിയുമെന്നറിയില്ല, എൻ്റെ വീട്ടിൽ കുറേ ചെടികളുണ്ട്. ഞാൻ അതിൻ്റെയൊക്കെ ഷോർട്സ് ഇങ്ങനെ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മോർണിംഗിൽ കാണിച്ചെന്നില്ലല്ലോ, അവിടെ കുറേ ഗ്രാസസും എല്ലാതും ഇപ്പോൾ അതാ ഉപ്പച്ചിയും അടിച്ച് വരി ഇതുവരെ എത്തിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഉള്ളൂ. പിന്നെ ഞാൻ ഈ ഷെൽഫൊക്കെ ഒന്ന് തുറന്നു നോക്കിയതേനു. പിന്നെ എനിക്ക് റെഡിയാക്കാനുള്ള മൂഡൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ അത് റെഡിയാക്കിയില്ല. പിന്നെ ഞാൻ രാവിലെ എഴുതിയിട്ടുണ്ടായിരുന്നില്ല ആ ടു ഡു ലിസ്റ്റിൽ, അതിൽ ചെയ്തതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് പോവുകയാണ്. അത് ഞാൻ ഇവിടെ എല്ലാവരും സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്, കട്ട് ചെയ്യാനും വേണ്ടി ഇങ്ങോട്ട് എടുത്തതാണ്. പിന്നെ ഉച്ചക്കായി കുറച്ച് നേരം കഴിഞ്ഞ് ഒരു 3 o'clock ഒക്കെ ആയപ്പം എൻ്റെ ഉമ്മച്ചിയും ഉപ്പച്ചിയും ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പം അതുകൊണ്ട് എനിക്ക് അവിടുത്തെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി വന്നപ്പോൾ എന്നും 1 mask ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളത്. അതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്തായാലും അതൊക്കെ. അപ്പോൾ 3 o'clock വരെ ഉള്ളത് ഈ വീഡിയോയിലുള്ളൂ. പിന്നെ ഞാൻ ജസ്റ്റ് താരീഖിൻ്റെ ബുക്കൊക്കെ ഒന്ന് തുറന്നു, മദ്രസത്തെ ബുക്ക്. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ മതിയായി. പിന്നെ ഞാൻ കുറേ നേരം ഇരുന്ന് ഫോൺ കണ്ടു.
അപ്പോൾ ഇതിപ്പം ഇമ്മച്ചി വെച്ചും പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ ഒരു ബൂമർ കണ്ടു. അപ്പോൾ ആ ജെല്ലിയൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കാം. ഉമ്മച്ചി പോയപ്പോൾ ഞാനും കാക്കിയായിരുന്നു വീട്ടിലുണ്ടായിരുന്നുള്ളത്. എന്നോട് കാക്കനോട് വരാൻ പറഞ്ഞിരുന്നു. പിന്നെ എനിക്ക് മൂടില്ലായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഞാൻ പോയില്ല. അപ്പോൾ എന്തായാലും ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.